ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു ക്രിസ്റ്റൽ. സോ നമ്മളുടെ 7 days UGC നെറ്റ് പേപ്പർ വണ്ണിന്റെ ഫ്രീ ഗൈഡൻസ് പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ഒരു മിനി മോക്ക് ടെസ്റ്റ് നൽകിയിട്ടുണ്ടാകും. ആ മോക്ക് ടെസ്റ്റിൽ നിന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. സോ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ PYQs. എല്ലാം PYQs എന്ന് മാത്രമാണ്. അപ്പോൾ ഒരു മിനി മോക്ക് ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യവും PYQs തരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എത്ര ക്വസ്റ്റ്യൻസ് ശരിയായിട്ടുണ്ട്, ഔട്ട് ഓഫ് 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 30 മാർക്കായിരിക്കും ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് എത്ര ശരിയായിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്. അതിപ്പോ എത്ര കുറഞ്ഞാലും അത് നിങ്ങൾ മോശമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫീൽ ചെയ്യും, ഫാക്ച്വൽ ആയിട്ട് തോന്നും. അപ്പൊ എല്ലാത്തിനെയും കോൺസെപ്റ്റും എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതി മാത്രമാണ് പേപ്പർ 1. അതുകൊണ്ടാണ് നമ്മൾ സ്കോർ 80+ മാർക്സ് എന്ന രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം, എത്രയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള, അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പ്ലീസ് ഡു ഇറ്റ്. യെസ് പ്ലീസ്. ഓക്കെ, നൗ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. I'll be showing the questions that we have asked in the mock test itself. നിങ്ങൾ അത് വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ നമുക്ക് എങ്ങനെയാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഹിയർ ഈസ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിഗാർഡിംഗ് യൂണിവേഴ്സിറ്റീസ്. സോ ദ ടോപ്പിക് വരുന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാമത്തെ യൂണിറ്റിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 2024 ചോദിച്ചിട്ടുള്ള PYQ ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇത് വായിക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി നിങ്ങളൊരു 15 സെക്കൻഡ്സ് കൊണ്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. 15 സെക്കൻഡ്സ്, പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, ലെറ്റ് മീ റീഡ് ഇറ്റ് ഫോർ യു. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ്: ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, പാട്ന, ലക്നൗ, അണ്ണാമലൈ, റംഗൂൺ യൂണിവേഴ്സിറ്റി. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതൊരു ഫാക്ട് ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ വളരെ ബേസിക് ഇൻഫോ ഫ്രം ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചതിന് ശേഷം PYQs എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇതല്ലാതെയും വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആക്ച്വലി അത് NTA ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ: ഉസ്മാനിയ, പാട്ന, ലക്നൗ, അണ്ണാമലൈ, റംഗൂൺ. അപ്പൊ ഇതിൽ നിങ്ങൾ പല ആൾക്കാർക്കും പലതും എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. ചില ആൾക്കാർ ഇത് എനിക്ക് അറിയില്ല എന്ന് പറയും. അറിയാത്ത ആൾക്കാർക്കുള്ള ഒരു ടിപ്പ്: ആസ് ഓഫ് നൗ ദർ ഇസ് നോ നെഗറ്റീവ് മാർക്ക്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അറ്റംപ്റ്റ്, നിങ്ങൾ അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അറിയുമെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ അറ്റംപ്റ്റ് കൊടുത്തിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ വരിക? A ആണോ, B ആണോ, C ആണോ, D ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്യും. ഇനിയും എഴുതാത്ത ആൾക്കാരുണ്ടാകരുത്, അതുകൊണ്ടാണ് ഞാൻ ടൈം എടുത്തിട്ട് വീണ്ടും ഇത് പറയുന്നത്. ഓക്കെ ഫൈൻ. ഇതിന്റെ ഒരു ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പാട്ന യൂണിവേഴ്സിറ്റി ആണ് ആദ്യം വരുന്നത് 917 സമയത്ത്. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി 918 സമയത്താണ് വരുന്നത്. റംഗൂൺ 920, ലക്നൗ 921, അണ്ണാമലൈ 921. സോ കറക്റ്റ് സീക്വൻസ് വരുന്നത് BA-ECD എന്ന് പറയുന്ന ഓപ്ഷൻ D ആയിരിക്കും കേട്ടോ. നിങ്ങളൊരു ഇൻഫർമേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ, കാരണം അടുത്ത പ്രാവശ്യം ഇതിന്റെ ഒരു മോഡിഫൈഡ് വേർഷനിൽ ഒരു പക്ഷേ മറ്റൊരു ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കും.
ഷാൾ വി മൂവ് ടു അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം റിഗാർഡിങ് നമ്മളുടെ 9th യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് പീപ്പിൾ, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 9th യൂണിറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് 10 seconds ടു റീഡ് ആൻഡ് ആൻസർ. ഞാൻ എപ്പോഴും ടൈം പറയുന്നത് ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് ടൈം മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ട് എക്സാം ഹാളിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് കമന്റ് യുവർ ആൻസേഴ്സ്. എല്ലാവരും സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരും കമന്റ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഗോ ഫോർ യുവർ ലക്ക്. അത് ചിലപ്പോൾ ശരിയായാലോ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്ലീസ് റീഡ് ഇറ്റ് ഗൈസ് ആൻഡ് കമന്റ് യുവർ ആൻസേഴ്സ്. ഓക്കെ, ഞാൻ വായിക്കാം. UNEP എന്ന് പറയുന്ന യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം വാസ് എ റിസൾട്ട് ഓഫ് ഡെലിബറേഷൻസ് ഹെൽഡ് ഡ്യൂറിംഗ്. എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ് UNEP ഫോം ചെയ്തത്? യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. എർത്ത് റിയോ സമ്മിറ്റ് ഓഫ് റിയോ ഡി ജനീറോ ആണോ? ഹ്യൂമൻ എൻവയോൺമെന്റ് കോൺഫറൻസ് അറ്റ് സ്റ്റോക്ക്ഹോം, അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് സിംപ്ലി വിളിക്കുന്ന 1972 ഇവന്റ് ആണോ? ക്യോട്ടോ പ്രോട്ടോകോൾ ആണോ? മോണ്ടോ പ്രോട്ടോകോൾ ആണോ? ഇതിലെ ഇങ്ങനത്തെ ഒരു ആൻസർ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിയും ഡിയും സിംപ്ലി എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇത് രണ്ടും പ്രോട്ടോകോൾ ആണ്. ഒരു സംഭവത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് കൂടിയിട്ട് അവരെടുക്കുന്ന നിയമങ്ങളും തീരുമാനങ്ങളുമാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് രണ്ട് ഇവന്റുകളാണ്. എന്തെങ്കിലും ഇവന്റിന്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തൊരു ഓർഗനൈസേഷൻ വരുള്ളൂ. അത് 1992 എർത്ത് സമ്മിറ്റ് ആണോ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇത് അറിയാത്ത ആൾക്കാർ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ എയോ ബിയോ ഏതായിരിക്കും കുത്തുന്നത്? കൊമന്റ് ചെയ്യാത്തവരും ഇപ്പോഴും കൊമന്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. നൗ ട്രൈ ഏതായിരിക്കും എന്നുള്ളത്. 50-50 ചാൻസ് തന്നിട്ടുണ്ട്. പ്ലീസ് ഡു ഇറ്റ്. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. യെസ്, കുറെ ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട് അല്ലെ. ഉത്തരം എന്താ വരിക? സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓഫ് 1972 അടിസ്ഥാനത്തിലാണ് UNEP ഫോം ചെയ്തത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൗ അനദർ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫ്രം എൻവയോൺമെന്റ് ഇറ്റ് സെൽഫ്. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 seconds കൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിസ്കസിങ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇവിടെ ഈ ഒരു ക്വസ്റ്റിന്റെ അപ്രോച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇവിടെ അണ്ടർ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കിട്ടും. ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് റിഗാർഡിംഗ് ദ റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതിന്റെ ഇൻഡെപ്ത് വേർഷനോട്ട് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണത്. നോക്കിയത് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് ബൈ 37 ഇൻഡസ്ട്രിയലൈസ്ഡ് ആൻഡ് യൂറോപ്യൻ കമ്മ്യൂണിറ്റി കൺട്രീസ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഫേസ് കമ്മിറ്റ്മെന്റ് പീരീഡ് എപ്പോഴായിരുന്നു? 1997 മുതൽ 2005 വരെയാണോ? 2000 മുതൽ 2012 വരെയാണോ? 2008 മുതൽ 12 വരെയാണോ? 2005 to 15 ആണോ എന്നുള്ളൊരു സ്പെസിഫിക് പീരീഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ആവട്ടെ, ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ ആവട്ടെ, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദിസ്, വൈ ദിസ്, വാട്ട് ആർ ദ ഫെർദർ ഡെവലപ്മെന്റ്സ് ഹാപ്പൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ വാട്ട് സീക്വൻസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ആൻസർ ഗോസ് ടു ഓപ്ഷൻ സി. എത്ര പേര് ശരിയായിട്ടുണ്ട്? അതാണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സി ആണ് വരുന്നത്. യാ, വെരി ഗുഡ്, വെരി ഗുഡ്, ഫൈൻ. നൗ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് പൊല്യൂഷൻ. ഇതും നമ്മുടെ എൻവയോൺമെന്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. പ്ലീസ് ഡു ഇറ്റ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 25-30 seconds വരെ ടൈം എടുക്കാം. ഒന്ന് പെട്ടെന്ന് വായിച്ചിട്ട് നോക്കുക കേട്ടോ.
ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ട്രൈ ടു ആൻസർ. ഓക്കെ, ഡിസ്കസിങ് ദിസ് ക്വസ്റ്റ്യൻ. എക്സ്പോഷർ ടു നോയിസ് പൊല്യൂഷൻ. എന്താ നിങ്ങളുടെ ആൻസേഴ്സ് എന്താണ്? എ, ബി, സി, ഡി. വാട്ട്സ് യുവർ ആൻസർ? ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ, ഇങ്ങനെ ഒരുപാട് നോയിസ് പൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് എന്ത് സംഭവിക്കും, എന്തിന് കാരണമാകും എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കുക. വീക്കനിങ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, സ്ലീപ്ലെസ്നെസ്, സ്പീച്ച് ഇന്റർഫറൻസ്, ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, ഷിഫ്റ്റിംഗ് ത്രഷോൾഡ് ഓഫ് ഹിയറിംഗ്, റെസ്പിറേറ്ററി പ്രോബ്ലം. ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ദാറ്റ് ഈസ്, നമ്മൾ ഒരുപാട് നോയിസ് പൊല്യൂഷൻ കേൾക്കുമ്പോൾ നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലത്തിന് കാരണമാകും? ഇല്ല. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വേടന്റെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് മറ്റൊക്കെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ ഹൃദയാഘാതം ഒന്നും മരിച്ചു പോകണ്ടല്ലേ. സോ അതാണ് ജനറൽ കാര്യം. സോ ദിസ് ടു ക്യാൻ ബി എലിമിനേറ്റഡ്. അങ്ങനെ ആലോചിച്ചാൽ മതി. നൗ വി ഹാവ് ടു ഓപ്ഷൻസ്, 2, 3, 4, 5, 2, 3, 4, 5. ഇത് രണ്ടും കോമൺലി ശരിയാണ്. ഇങ്ങനെ വേണം കുറച്ച് ചിന്തിക്കാൻ എക്സാം ഹാളിൽ ഇരുന്നിട്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നീ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കേണ്ടത്. വീക്കനിങ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ആക്ച്വലി ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒന്നല്ല നോയിസിന്റെ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഓൾസോ ക്യാൻ ബി എലിമിനേറ്റഡ്. ആൻസർ ഈസ് ബി. ബി ആയിരിക്കും ഉത്തരം വരുന്നത് കേട്ടോ. ബി ആണ് ഉത്തരം വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഫോർ എനി ടെക്നിക്കൽ ഗ്ലിച്ചസ് ലെറ്റ് മീ റീഷെയർ ഇറ്റ് അഗൈൻ. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ ജിയോ തെർമൽ പവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജിയോ തെർമൽ പവറിന്റെ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം 10 സെക്കൻഡ്സ് എടുക്കാവുള്ളൂ. ഗോ ഫോർ ഇറ്റ്. കമന്റ് ഇറ്റ് ഗൈസ്, കമന്റ് ഇറ്റ്. ജിയോ തെർമൽ പവർ, ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പവർ. ഹൈഡ്രോ ഇലക്ട്രിക്, ജിയോ തെർമൽ, വിൻഡ് പവർ, ഇങ്ങനെ കുറെ ഉണ്ടല്ലേ. അതിൽ ജിയോ തെർമൽ പവറിന്റെ കപ്പാസിറ്റി എത്രയാണ് ഇന്ത്യയിൽ വരുന്നത്? പ്ലീസ് ആൻസർ ഇറ്റ് ഗൈസ്. You have option A, 10 gigawatt, 5 gigawatt, 20 gigawatt, 25 gigawatt. എന്താണ് നിങ്ങളുടെ ആൻസർ? എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ആരും മിസ്സാക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നിൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അറിയില്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ 4 ഓപ്ഷൻ ഉണ്ട്. നെഗറ്റീവ് മാർക്കും അല്ല താരം. അപ്പോൾ പെട്ടെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. യെസ്, വാട്ട്സ് ആൻസർ? ഓപ്ഷൻ എ, 10 gigawatt ആണ് വരുന്നത്. വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കുറെ ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. മുമ്പ് കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല, ആൻസർ ചെയ്തിട്ടുണ്ട്. എനി ഹൗ, അപ്രീഷിയേറ്റ്. അനദർ ക്വസ്റ്റ്യൻ ഫ്രം ICT ആണ്. ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആണ്. പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇതിൽ നിന്നും കറക്റ്റ് ഏതാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 15 സെക്കൻഡ്സ് ആണ് ടൈം തരുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ജസ്റ്റ് ഡു ഇറ്റ്. ജസ്റ്റ് ഡു ഇറ്റ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങളുടെ ഏതാണെന്ന് നോക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ ഡിസ്കസ് ദിസ് വൺ. ICTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. എ ഡിജിറ്റൽ ഡിവൈഡ് ഇസ് എൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഈക്വാലിറ്റി വിത്ത് റിഗാർഡ് ടു ആക്സസ് ടു യൂസ് ഓഫ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ICT. ICT helps in international development by bridging the digital divide and providing equitable access to technologies. ഇത് രണ്ടും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെദർ ബോത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ജനറലി കറക്റ്റ് ഓർ നോട്ട് എന്ന് നോക്കാം. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളത് നോക്കാം.
ICT എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ആ ഗ്യാപ്പിനെ ഒഴിവാക്കാനും ഒരു ടെക്നോളജിയിലോട്ട് ഒരു ഇക്വിറ്റബിൾ ആക്സസ് കൊണ്ടുവരാനൊക്കെ നമ്മളെ സഹായിക്കും എന്ന് പറയുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ വാട്ട്സ് യുവർ ആൻസർ? ഒന്നുകൂടെ വായിച്ചിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം 2018 ഒരു PYQ ആണ് കേട്ടോ. ഒരു PYQ ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ICT ഹെൽപ്പ് ഇൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബൈ ബ്രിഡ്ജിംഗ് ദ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള രീതിയിൽ. സോ ദാറ്റ് ഈസ് കറക്റ്റ്. അതേ സമയത്ത് സ്റ്റേറ്റ്മെന്റ് PU എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ഈസ് ആൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി. വിത്ത് റിഗാർഡ് ടു സോഷ്യൽ ഇക്വാലിറ്റി ആണോ സോഷ്യൽ ഇൻഇക്വാലിറ്റി ആണോ പറയുന്നത്? ഓക്കെ, ഇൻഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. സോ ദിസ് ഈസ് റോങ് ഓൺലി. സോ ആൻസർ ഈസ് B ആയിട്ടാണ് വരിക കേട്ടോ. അനദർ ക്വസ്റ്റ്യൻ ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദ ICT ഇറ്റ്സെൽഫ്. ഒന്ന് നോക്കുക. A new laptop has been produced that weighs less, is smaller and uses less power than previous laptop model. ഒരു ലാപ്ടോപ്പ് ഉണ്ട്, കുഞ്ഞു ലാപ്ടോപ്പ് ആണ്, വെയിറ്റ് ഇല്ല, ചെറുതാണ്, പവർ ലെസ് ആണ് കൺസംഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ടെക്നോളജി ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് വരുന്നത് നോക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്ത് പ്ലീസ് ഡു ഇറ്റ്. ഇതും ഒരു PYQ ആണ്. 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. Okay, having this options, universal serial bus mouse, USB mouse. ഈ കാണുന്ന മൗസ് ആണ് USB മൗസ് എന്ന് പറയുന്നത്. ഇതാണോ ലാപ്ടോപ്പിൽ വെയിറ്റ് വെക്കുന്നത്? അല്ല. ഫാസ്റ്റർ റാൻഡം ആക്സസ് മെമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബ്ലൂറേ ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഹാർഡ് ഡ്രൈവ്. ഇതിനെ നമ്മൾ സിംപ്ലി വിളിക്കുന്ന പേരാണ് SSD എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ലാപ്ടോപ്പ് ഫങ്ഷനിങ് അല്ല എങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിന് ഷോപ്പ് പോയി കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് SSD ചെയ്യാം എന്നാണ് അവർ പറയാം. അപ്പൊ SSD എന്ത് ചെയ്യും? അതിന്റെ കപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടും, പവർ കൺസംഷൻ കുറവായിരിക്കും, അങ്ങനെ നമുക്ക് നല്ലൊരു ഫംഗ്ഷനിങ് കിട്ടുന്ന ഒന്നാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ D ആണ് വരുന്നത് കേട്ടോ. SSDയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം നോട്ട് ഗോയിങ് ടു റീഡ് ദാറ്റ് വൺ. ദ സെയിം തിങ് ആസ് ഐ മെൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദ മെയിൻ പ്രീ ഓക്കുപ്പേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്? പ്ലീസ് കമന്റ് യുവർ ആൻസേഴ്സ് ഗൈസ്, പെട്ടെന്ന് പെട്ടെന്ന്. some students B, some students C, some students D, പലതും പറയുന്നുണ്ട് അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ മെയിൻ പ്രീ ഓക്കുപ്പേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. യെസ് വരും, കാരണം ക്വാണ്ടിറ്റി ആണ്, മെഷർ ചെയ്യും. ദെൻ കോസാലിറ്റി എന്ന് പറയുന്ന കാരണം ബോധിപ്പിക്കൽ വരും. ദെൻ എംഫസൈസ് ഓൺ കോണ്ടെക്സ്റ്റ്, അത് എത്രമാത്രം വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ എംഫസൈസ് ഓൺ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണ്. കോണ്ടെക്സ്റ്റിലെ എംഫസൈസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് അത് ക്വാളിറ്റി റിസർച്ചിന്റെ ഭാഗമാണ്. ദാറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. ആൻഡ് ഫൈനലി D, ജനറലൈസേഷൻ എന്ന് പറയുന്നത് വരും. സോ മെഷർമെന്റ് ഉണ്ട്, കോസാലിറ്റി ഉണ്ട്, ജനറലൈസേഷൻ ഉണ്ട്, എംഫസൈസ് ഓൺ കോണ്ടെക്സ്റ്റ് വരില്ല. സോ ആൻസർ വിൽ ബി വാട്ട്? ഓപ്ഷൻ C, ABD. ഓക്കെ, നൗ മൂവിങ് ടു 9th ക്വസ്റ്റ്യൻ. ഇതും ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ക്ലാസ് റൂം ഡിലേഡ് ഫീഡ്ബാക്ക് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു. ഒരു ക്ലാസ് റൂമിൽ ഫീഡ്ബാക്ക് ഡിലേ ആകാനുള്ള റീസൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ഡിലേ ആകാനുള്ള റീസൺ എന്തായിരിക്കും? നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറയുന്ന സംഗതിക്ക് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ.
അപ്പൊ എന്ന പോലെ ഒരു ക്ലാസ് റൂമിൽ ഡിലേഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെ സംഭവിക്കാം? യൂസ് ഓഫ് ടെക്നോളജി, എക്സ്പാൻഡഡ് കമ്മ്യൂണിക്കേഷൻ, സെമന്റിക് നോയ്സ്, പാർട്ടിസിപ്പേറ്ററി എൻവയോൺമെന്റ്. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് റൂമിലാവുമ്പോൾ നമുക്ക് ടെക്നോളജിയുടെ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഒഴിവാക്കാം. എക്സ്പാൻഡഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്നതാ? സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന രൂപത്തിലോട്ട്. അപ്പൊ അതെന്തായാലും നെഗറ്റീവ് അല്ല. ഓക്കെ, ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ സെമന്റിക് നോയ്സ് ഉണ്ട്, പാർട്ടിസിപ്പേറ്ററി ഉണ്ട്. പാർട്ടിസിപ്പേറ്ററി കാരണം ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ പാർട്ടിസിപ്പേഷൻ ആകുമ്പോൾ അവിടെ ഡിലേഡ് ഫീഡ്ബാക്ക് ആണ് ഉണ്ടാവുക? അല്ല. അപ്പൊ അത് ഒഴിവാക്കാം. പിന്നെ ആൻസർ എന്താണ്? സെമന്റിക് നോയ്സ്. വാട്ട് യു മീൻ ബൈ സെമന്റിക് നോയ്സ്? ലിംഗ്വിസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സെമന്റിക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഷാടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് വ്യക്തത ഇല്ലായ്മ, ക്ലാരിറ്റി ഇല്ലായ്മ. ചിലപ്പോൾ അങ്ങോട്ട് പറയുന്നതാകാം, ചിലപ്പോൾ ഇങ്ങോട്ട് പറയുന്നതായിരിക്കും. വാക്കുകൾ തമ്മിൽ ഒരു ആംബിഗിറ്റി നിലനിൽക്കുന്ന ഒന്നാണ് സെമന്റിക് എന്ന് പറയുന്നത്. അപ്പൊ സെമന്റിക് ആണ് ആസ് ദ വൺ ഓഫ് ദി ബാരിയർ. നിങ്ങളുടെ സിലബസിലുണ്ട് ബാരിയർ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പറയാം, കമ്മ്യൂണിക്കേഷനും പറയാം. ഓക്കെ, രണ്ടിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഡിസ്കഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹെൽപ് ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയർ? കണ്ടോ, മറ്റൊരു ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻ. പ്ലീസ് ഡു ഇറ്റ്, പ്ലീസ് ഡു ഇറ്റ്. പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടുകൂടെ നമ്മുടെ ഡിസ്കഷൻ നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ, ചോദ്യം ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആണല്ലോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും, പെട്ടെന്ന് ആൻസർ ചെയ്യും. യു ആർ ഹാവിംഗ് 4 ഓപ്ഷൻസ് ആൻഡ് നോ നെഗറ്റീവ് മാർക്സ്. സോ ആൻസർ ചെയ്യാതിരിക്കരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹെൽപ് ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്? കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഫോക്കസ്ഡ് ലിസണിംഗ്, നെഗ്ലക്റ്റിംഗ് സെമന്റിക് നോയ്സ്, ടോപ്പ് ഡൗൺ കമാൻഡ് സ്ട്രക്ചർ, യൂസ് ഓഫ് ക്ലീഷേഡ് ഇഡിയംസ്. നമുക്ക് ഓരോന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്താ? രണ്ടുപേര് സംസാരിക്കുന്നതിനിടയിലുള്ള തടസ്സങ്ങളെയാണ് പറയുന്നത്. അത് ഒഴിവാക്കാൻ സഹായിക്കുന്ന എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്ലീഷേ ഇഡിയംസ് ഒരാൾ ഉപയോഗിക്കുക. ഒരാൾ നാട്ടിലെ പഴഞ്ചൊല്ല് മാത്രം വെച്ചിട്ട് സംസാരിക്കുക. അപ്പൊ മറ്റേക്കത് മനസ്സിലായിക്കോണം നിർബന്ധമുണ്ടോ? നമ്മൾ ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ പഴയ പഴഞ്ചൊല്ല് ഉപയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രത്യേകിച്ച് എഫക്റ്റ് ഉണ്ടാവില്ല. ടോപ്പ് ഡൗൺ കമാൻഡ് സ്ട്രക്ചർ, ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ ആജ്ഞാപന, ഒരാൾ മറ്റേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അടിമയെ പോലെ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കില്ല. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇൻ ബിറ്റ്വീൻ. ടോപ്പ് ഡൗൺ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഉണ്ട്. നെഗ്ലക്റ്റിംഗ് സെമന്റിക് നോയ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ചില കീ വേർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ അറിയില്ല. നെഗ്ലക്ട് ചെയ്യില്ല വേണ്ടത്, മറിച്ച് എന്താ വേണ്ടത്? കൂടുതൽ ലിസണിംഗ് ആണ് വേണ്ടത്. ഇത് ഒഴിവാക്കാം. സോ ഫോക്കസ് ലിസണിംഗ് വിൽ ഓവർകം ദ കമ്മ്യൂണിക്കേഷൻ ബാരിയർ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 10 PYQs. എല്ലാം PYQs ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് ഡേ 3 ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ നിങ്ങൾ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക്സ് ഫോർ ജോയിനിങ് അവർ പെർട്ടിക്കുലർ ഡിസ്കഷൻ. നിങ്ങൾക്ക് ഡിസ്കഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു PDF മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു PDF തന്നെ ഞാൻ എന്ത് ചെയ്യാം, നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. താങ്ക് യു. താങ്ക്സ് ഫോർ ജോയിനിങ്.